മനസ്സിലായില്ലേ? അവളുടെ ഒരു വിസ ഈ ഘട്ടത്തിൽ അത് പാസ്സാകാതിരുന്നപ്പോൾ ഇവിടെ പ്രാർത്ഥനയെ ഇതിൻ്റെ അകത്ത് 90% ഇത്തരം ചരക്കുകളാണ് ഉള്ളത്. അത് ഓർത്തേക്കണം. എനിക്കാണെങ്കിൽ കാണുമ്പോൾ ദേഷ്യം വരും ഈ സാധനത്തിന്. എന്താ കാര്യം? ഇത് വയറാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇത് ആദ്യം പറഞ്ഞില്ലേ, വയറാണ് അവരുടെ ദൈവം. നമ്മുടെ നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം നമ്മുടെ ദൈവം. ഉടമ്പടിയിൽ എപ്പോഴെങ്കിലും ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? കോമ്പറ്റൻ്റ് പാർട്ട്ണർ ഓഫ് ദി കവനൻറ്റ്, ഒരു ഉടമ്പടിയുടെ യോഗ്യമായ പങ്കാളി എന്ന് പറയുമ്പോൾ അവരിവിടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം അവരുടെ ദൈവം. അതാണ് നമ്മൾ പറഞ്ഞിരിക്കണേ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളെക്കാൾ വലുതായിട്ട് ദൈവത്തെ കാണുന്നുണ്ടോ എന്ന് ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റിൽ മിക്കവാറും ഒരു ഇടിച്ചു തല്ലി ഓടി വന്ന് ഉടമ്പെടുക്കുന്നതിൽ 90% ഈ ടെസ്റ്റ് പരാജയപ്പെടും. എന്താ കാര്യം? അവർക്ക് പ്രബോധനമില്ലാത്ത കാരണം ബോധ്യമില്ല. അതാണ് വിഷയം. ഉടമ്പടി എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിലെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബോധ്യം വേണം. പൗലോസ് അപ്പോസ്തലൻ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായെന്ന് പറഞ്ഞ് മനുഷ്യൻ മരണം പ്രഖ്യാപിക്കും. അപ്പോൾ തിമോത്തി, നീ ഒറ്റക്കായി പോകണമെന്ന് കരുതരുത്. ഞാനില്ലെങ്കിലും നീ മുന്നോട്ട് പോകണം. ജനങ്ങൾക്ക് നീ ബോധ്യം കൊടുക്കണം. എന്തോ ഒരു ഉപദേശമാണ് ബോധ്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 തിമോത്തി 4:2 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക. എന്താ പറയണം? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളെ ശാസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താ കാരണം? ഈ ദൈവവചനത്തിൻ പ്രബോധനത്തിലുള്ളതാണ് ശാസന. ചില ആൾക്കാർക്ക് ശാസന പറ്റത്തില്ല. അവർ വലിയ ദൈവത്തെക്കാൾ വലിയ ആളായിട്ടിരിക്കും. ശാസിക്കുമ്പോൾ തന്നെ അവർ വയലൻ്റ് ആകും. ഞാൻ അങ്ങനെയുള്ളവരെ പതുക്കെ ക്യാൻസലാക്കി കളയും. എന്താ കാര്യം? അവർ ജഡാരൂപി തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർ ജഡാരൂപി തന്നെ, അതായത് ശാസന ഇതിൻ്റെ അകത്തുള്ളതാണ്. എന്താ കാര്യം വെച്ചാൽ ബോധ്യങ്ങൾ ജനിപ്പിക്കുമ്പോൾ മാത്രമേ കാര്യം ഇവർ തന്നെ അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ വരാതെ ലോഡ്ജിൽ പോയി താമസിക്കുകയാണ്. വിസ അവരുടെ എമിഗ്രേഷൻ ശരിയല്ലെന്നും പറഞ്ഞ്. അപ്പം നാട്ടിൽ വന്നാൽ ഞാനെങ്ങനെ മുഖത്ത് നോക്കും? ആൾക്കാർ ചോദിച്ചു, ഇത് ചമ്മലുണ്ടാകും. ആ ചമ്മൽ വേണം. എന്തിനാണത്? അത് കർത്താവേ, അതെൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളാണ്. അത് നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. എങ്കിലും ഞാൻ നിൻ്റെ വിശ്വാസത്തിലും ധൈര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ മുൻപോട്ട് പോകും. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗൃഹപാഠമാണ്. ആ ഗൃഹപാഠത്തിൽ നമ്മൾ തോക്കരുതൊരിക്കലും. കേട്ടെടുത്തൊക്കെ ഉണ്ടാകത്തില്ലേ പരസ്പരം? നിങ്ങൾ പിള്ളേർ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ. തിരിച്ച് ഓപ്പോസിറ്റായിട്ട് നിൽക്കാൻ പറയും അല്ലേ ടീച്ചർമാർ പണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന അറിയത്തില്ല. ഞങ്ങൾ സാഹിത്യത്തിലൊക്കെ നിൽക്കുമ്പോൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ പറയും സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ. സ്ട്രെയിറ്റ് എടുക്കുക, തിരിഞ്ഞ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എഴുതണം, അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് ടീച്ചർ ഓരോ ചോദ്യം പറയും. അപ്പോൾ നമ്മളത് എഴുതണം. ഇതിപ്പോൾ ടെസ്റ്റാണത്. എന്നിട്ട് സ്ലേറ്റ് കാണിക്കും ടീച്ചർ വരുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ മുഖത്തൊരു അടിയും മേടിക്കും. ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു അന്നത്തെ കാലമല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടെഴുത്തുകൾ വരും. നമ്മൾ കറക്റ്റ് ഉടമ്പടി വിശ്വസ്തത അല്ലെന്ന് കഴിഞ്ഞാൽ കേട്ടെഴുത്തുകൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടി വിശ്വസ്തരല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. ദൈവം എന്താ പറയണത്? ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത പ്രാപിക്കൂ എന്ന് പറയും. അതായത് അപ്പോൾ ചിലർക്ക് നല്ലവണ്ണം അറിയാം അത് യോഗ്യത പ്രാപിക്കാനാണ്. അവർ മിണ്ടാതിരുന്ന് സോറി ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ സന്തോഷിച്ച് അവിടെ അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ട് അവരതിനെ അതിജീവിച്ച് വരും. എൻ്റെ മക്കൾ ഈ അതിജീവനം ഒരു വല്ലാത്ത കാര്യമേ. ഞാൻ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം കേട്ടോ. എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. ആ സാക്ഷ്യം കേട്ടോ. അത് അഖില റിങ്കു എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ്. അഖില എന്ന് പറയണത് വൈഫാണ്. കൊച്ചു പിള്ളേരാ.
അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു 24-25 വയസ്സുണ്ടാവുമായിരിക്കും. അപ്പോൾ അഖില ഈ 25 വയസ്സുകാരൊക്കെ കാണിക്കുന്ന അഭ്യാസമുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന അഭ്യാസമാണ്. അതായത് എങ്ങനെയാണ് 25 വയസ്സുകാർ കർത്താവിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ഓർത്താലേ എന്തുമാത്രം ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൃപയിൽ ഇങ്ങനെ വളരണമെന്ന് നമ്മൾ ഓർത്ത് ഞെട്ടിപ്പോകും. ഈ അഖിലയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അഖിലയ്ക്ക് ഒരു രോഗമുണ്ട്. അതായത് അഖില റിങ്കുവിനെ കല്യാണം കഴിച്ചു. റിങ്കുവും അഖിലയും തമ്മിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഡോക്ടർ ഈ കുഞ്ഞിനൊക്കെ എന്തൊക്കെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ എന്തോ കുഴപ്പമായി. അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, എന്തോ കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല, ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും. കൊച്ചിൻ്റെ എന്താ കുഴപ്പമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഈ അഖില പറയും ഇത് ടെർമിനേറ്റ് ചെയ്യണം. അവിടെ ഈശോയുമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുണ്ട്. അപ്പോൾ ഈശോയോട് പറയും, ഈശോയെ ഇത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കൊച്ചിനെ കൊല്ലാൻ താല്പര്യമില്ല എനിക്ക്. കൊച്ചിന് അംഗവിഹീനമാണെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വളർത്തിക്കൊള്ളാം, എന്നെ നീ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പോൾ ഡോക്ടറുമായിട്ട് ഇവൾ കണക്ഷൻ വിട്ട് എന്താ പിന്നീട് ആ ടേബിളിൽ ഈ വിഷയം പരാജയപ്പെടുന്ന കാരണം. അപ്പോൾ എല്ലാവരും അവളോട് പറയുന്നുണ്ട്, എടി ഇത് ടെർമിനേറ്റ് ജീവിതകാലം മുഴുവൻ നീ ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ഇതുകൊണ്ട് പറയണതാണ് വളർത്തിക്കൊള്ളാമെന്ന്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ കൊച്ചു നിനക്ക് ബാധ്യതയാകും. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അവളിങ്ങനെ വയറൊക്കെ വീർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവൾ ഈശോയുമായിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേഷനുള്ളത്. വെച്ചാൽ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കൊച്ചിനെ കളയാനാണ്, കേൾക്കുന്നവരെല്ലാം പറഞ്ഞ കൊച്ചിനെ കളയുന്നതാണ് പറയണത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവക്കത് കളയാൻ താല്പര്യമില്ല. അവൾ ഈശോന് പറയും, ഈശോ എങ്ങനെയാണ് ഞാൻ ഇത് പ്രസവിക്കട്ടെ, എന്ത് അംഗവിഹീല്യമാണ്, കണ്ണു കാണാൻ പാടില്ല, ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ നീ പൊട്ടിയാണ്, നീ കൊച്ചാണ്, നിനക്കറിയത്തില്ല, നീ കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്, ഇതൊന്നും അല്ല ജീവിതം കാണാത്തവരൊക്കെ ജീവിതം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ആൻറ്റി ആയിട്ട് എതിർകിട പറയുന്നുണ്ടെങ്കിൽ ഇവർ ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവസാനം കാര്യം ഇവൾ ഈശോയുടെ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഈശോ ഒരു തീരുമാനം എടുക്കില്ല. ഈശോയ്ക്ക് അറിയാം ഈ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്നറിയാം. പക്ഷേ ഇവളാണെങ്കിൽ വിശ്വാസത്തിന് കടുകിട മാറത്തുമില്ല. അപ്പോൾ ഇവളെ സേവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് കൊച്ചിനെ ഒരു 8-ാം മാസമായപ്പോൾ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് ചത്ത് പ്രസവിച്ച്. അപ്പോൾ അതുകൊണ്ട് വലിയ ആശ്വാസമായി, അല്ലെങ്കിൽ അവൾ പണി മേടിച്ചേനും. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ ടെസ്റ്റിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. എന്താ കാര്യം? ഇത് ടെസ്റ്റാണെന്നല്ല, ഇതിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. പല ആൾക്കാർ 0 തോക്കണതാണ്. എൻ്റെ മക്കൾ ഈ ദൈവത്തിൻ്റെ അടുത്ത് തോറ്റു കഴിഞ്ഞാണല്ലോ പിന്നെ ജയിക്കാൻ ഭയങ്കര പാടാണ്. അതിനാണ് ഈശോ ആദ്യമേ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് പ്രശ്നം. ഇതുപോലെ ചെന്ന് വീണ പ്രലോഭനത്തിൽ വന്നു പോയാൽ 99% ആൾക്കാരും പരിക്കാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ പരിക്കായി കഴിഞ്ഞാൽ പിന്നെ പരിക്ക് പരിഹരിക്കാതെ മുന്നോട്ട് പോകത്തില്ല. കാര്യം ദൈവമായിട്ടാണ് നമ്മൾ ഇടവെന്ന് ഓർക്കണം. ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റണില്ലെന്നാണ് ഏറ്റവും വലിയ റിസ്ക് ഇതിൻ്റെ അകത്ത്. ഈ കണ്ട് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് വിശ്വാസത്തിന് ഇത്രയും വിലയുള്ളത്. മനസ്സിലായില്ലേ? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വിലയില്ലല്ലോ. ഇപ്പോൾ വിശ്വാസം ഇത്രയും തീ പിടിച്ച വിലയായിരിക്കണതിൻ്റെ കാരണം ദൈവത്തെ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞ് ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ഉടമ്പടി എടുത്ത 15 ആൾക്കാർ പറയത്തില്ല. കാര്യം എന്താണ്? ഇവർ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ദൈവത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെങ്കിലും കാണുന്നുണ്ട്. ഉടമ്പടി പോലെ ഇതുപോലെ അമ്മയെ, സഞ്ചാരി മാതാവിനെയും, മുല്ലപ്പൂ സുഗന്ധവും മഴവില്ലും ദർശനവും സ്വപ്നവും ഉണ്ടാക്കുന്ന ഒറ്റ പ്രാർത്ഥന ഈ 2000 വർഷമായിട്ട് സാധാരണ മനുഷ്യർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളുടെ കുത്തിപ്പാച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യമാണെന്നുള്ള ആൾക്കാർക്ക് നല്ല ഉടമ്പടിയിൽ ഒരു 50% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്, ഈ വിഷയമുണ്ട്.
ഇതെല്ലാം കേട്ട് ഈ ധ്യാനങ്ങളെല്ലാം കേട്ട് വന്നപ്പോഴാണ് ഈ അഖില ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അഖിലയുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കൊച്ചു മരിച്ച് പുറത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഖില ഇനി പ്രഗ്നൻ്റ് ആകേണ്ട കാര്യമില്ല, ഇനി പ്രഗ്നൻ്റ് ആകരുത്. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചു പുറത്ത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. എന്തുകൊണ്ട് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കൊച്ചിന് അംഗവൈകല്യം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അറിയണം. അപ്പം അതുകൊണ്ട് അതറിഞ്ഞ അതിൻ്റെ കോസിന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കാതെ ഇനി പ്രഗ്നൻസിയിലേക്ക് പോകരുതെന്ന് റിങ്കിനോടും പറഞ്ഞ് അഖിലോടും പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഡോക്ടർ അവസാനം ഇത് കണ്ടുപിടിച്ചു. അവിടെ ഈ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ബ്ലഡിൻ്റെ പുറകെയായി ഡോക്ടർ. കാര്യം ബ്ലഡിൽ എന്താ ഉള്ളത്, കുട്ടി മരിക്കേണ്ട കാരണം എന്താണ്, കുട്ടിക്ക് ഗർഭത്തിൽ അംഗവൈകല്യം വരാൻ കാര്യം എന്താണ്, ഇനി കുട്ടികളുണ്ടായാലും ഇങ്ങനെ വരാൻ കാര്യം എന്താണ്. അപ്പോൾ ബ്ലഡിൻ്റെ പുറകെയാണ് പിന്നെ ഡോക്ടർ നടക്കുന്നത്. ബ്ലഡിൻ്റെ ഓരോരോ സാമ്പിൾ എടുത്തിട്ട് വ്യത്യസ്തങ്ങളായ 100 കണക്കിന് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് അവസാനമാണ് ഡോക്ടർ പിടികിട്ടിയത്, ഈ കുട്ടിയെ കൊല്ലുന്ന ഒരു അതായത് ഓട്ടോ ഇമ്മ്യൂണിങ് കണ്ടൻറ്റ് ഈ ഫോറിൻ ബോഡി, ഈ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡി കയറിയാൽ അതിനപ്പം കൊന്നുകളയും. അങ്ങനെ ബോഡിയുടെ അകത്ത് തന്നെ ഒരു ആൻറ്റിബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അത് ഒറ്റ നടക്ക് പോകത്തില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിവിഷൻ ഡോക്ടർമാർക്ക് അറിയാം, നേഴ്സുമാർക്ക് അറിയാം. അപ്പോൾ ഇതിനെ അവളെ വിളിച്ചത് എന്താ DVT എന്നും പറഞ്ഞൊരു രോഗമാണ്. അതായത് ഈ നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബോഡി വർക്ക് ചെയ്യുകയാണ്. അപ്പം അത് വന്നപ്പോൾ ഇനി കുട്ടികളുണ്ടാകത്തില്ല. ഒരു കുട്ടിയെ കണ്ട ശത്രുവിനെ പോലെ ബോഡി കാണണം, ഇതിനെ കൊന്ന് പുറന്തള്ളും. ഇങ്ങനെ 5 അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ അഖില ഇതുപോലെ കുട്ടി പ്രസവിച്ച് മരിക്കണ വേറെ ഒരു ചേച്ചീനെ കണ്ടേ. ആ ചേച്ചിയുടെ കുട്ടി 5 പ്രാവശ്യം പ്രസവിച്ചു. 7 കൊല്ലത്തിനുള്ളിൽ 5 പ്രാവശ്യം പ്രസവിച്ചു. 5 പ്രാവശ്യം പ്രസവിച്ചിട്ട് കൊച്ച് മരിച്ചു. അപ്പം 5 കൊച്ചൊക്കെ മരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഇവള് ഇടയ്ക്ക് അവളോടാ ചോദിക്കണം, കാര്യം സെയിം രോഗമാണ് 2 പേർക്കും. അപ്പം അവൾ പറയും, ഇത് നടക്കത്തില്ല, ഇതിന് മരുന്നില്ല എന്ന് പറയും. അപ്പം മരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിയാണ്, ഇതിനൊക്കെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും അറിയാം, അതിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈക്കോട്ടമി ചെന്ന് ഈ അഖില ചെന്ന് ചാടുകയാണ്. ഇവർക്ക് 20 വയസ്സ് 25 വയസ്സ് 20 വെള്ളമെന്ന് ഓർക്കണം. പക്ഷേ എന്നാലും വിശ്വാസത്തിൽ ഇവർക്ക് ഒരു 10-65 വയസ്സിൻ്റെ ഒരു ഇത് കാണിക്കേണ്ടി ഇവളെ വിശ്വാസത്തിൽ.